ഗൈസ്, അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മളിവിടെ വന്നിട്ടുള്ള സെക്കൻഡ് ഫ്രൈഡേയുടെ കുറച്ചധികം വിശേഷങ്ങളായിട്ടാണ് കേട്ടോ നീ വന്നിട്ടുള്ളത്. അപ്പം അന്ന് നമ്മൾ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ റിയാസ്ക്ക് അവിടെ ചിക്കൻ പൊരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ എന്താക്കിയിട്ടുണ്ടായിരുന്നു, ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള കട്ട് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും കട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ചിക്കനൊക്കെ കായം പുരട്ടി ഞാൻ പൊരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് റിയാസ്ക്ക വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ റിയാസ്ക്ക പോകുമ്പോൾ തന്നെ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സബോള പൊരിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളി പൊരിക്കുമല്ലോ, അപ്പോൾ അതുപോലെ എല്ലാ സബോളയും കട്ട് ചെയ്ത് എല്ലാ സബോളയും പൊരിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൊരിച്ച സബോള ഉണ്ടാണ് കേട്ടോ റിയാസ്ക്കാടെ മസാല. പക്ഷേ ഗൈസ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഫസ്റ്റ് എനിക്കറിയില്ലായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു റെസിപ്പി ട്രൈ ചെയ്യുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഏതായാലും നിങ്ങൾ റെസിപ്പി കണ്ടു നോക്ക് കേട്ടോ. അപ്പോൾ റിയാസ്ക്ക് അത് ആ മസാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ഫ്രൈ ചെയ്ത എണ്ണയിലാണ് കേട്ടോ മസാല ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ മസാലക്ക് കിട്ടുക. അപ്പോൾ അതിനായിട്ട് ഇത് ആ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് അതിന് തന്നെ സ്പൈസസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഐറ്റംസൊക്കെ ഇട്ടിട്ട് അതിന് ശേഷമാണ് നമ്മളെ പൊരിച്ച് വെച്ച ഉള്ളി ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മുക്കാൽ ഭാഗം ഉള്ളിലേക്ക് ഇട്ട് ബാക്കി കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ അതാ ഇനി നമ്മളിത് പൊരിച്ച് വെച്ചുകൊണ്ട് തന്നെ കുറേ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി കുക്കായിട്ടുള്ളതാണല്ലോ. ഇനി അതിലേക്ക് നേരെ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു അളവൊക്കെ അങ്ങനെ കറക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. റിയാസ്ക്കാട് ഒരു അളവിൽ ഇട്ടിട്ടുള്ളതാണല്ലോ. മുളകും പൊടി, മല്ലിപ്പൊടി, അതുപോലെ ചിക്കൻ മസാല, പിന്നെ പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല, അങ്ങനത്തെ ഇത്ര ഐറ്റംസ് ആയിരുന്നു കേട്ടോ റിയാസ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെതാ അതെല്ലാം കൂടി ഇട്ട് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഫ്രൈഡേ എന്ന് വെച്ചാൽ ഫ്രൈഡേ ആണ് കേട്ടോ റിയാസ്ക്കാക്ക് ഓഫുള്ള ദിവസം. ബാക്കിയുള്ള ദിവസം എന്ന് വെച്ചാൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. രാവിലെ 8 മണിയാകുമ്പോൾ റിയാസ്ക്ക പോവും, പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരും, പിന്നെ വീണ്ടും പോകും, പിന്നെ നൈറ്റ് വരും, പിന്നെ നൈറ്റ് ഞങ്ങൾ ജസ്റ്റ് പുറത്തങ്ങനെ പോകും. അങ്ങനെ ആ ഒരു റൊട്ടീനിലാണ് കേട്ടോ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ പോകും. അപ്പോൾ ഫ്രൈഡേ ആകുമ്പോൾ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ റൂമിൽ ഒന്നും കൂടി ജോളിയായിട്ട് കുക്ക് ചെയ്യാനൊക്കെ പറ്റുന്നത് അന്നാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അന്നത്തെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇതായതിനു ശേഷം വേണ്ടിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി പൊടികളൊക്കെ വളരെ വെന്ത് കിട്ടാനുള്ള ടൈം ഉണ്ടാവും. ഒന്നുകൂടി നേരം പൊടികളൊക്കെ അതിൽ കിടന്ന് ഇതാവല്ലേ, അപ്പോൾ ഒന്നും ടേസ്റ്റ് കൂടും. അപ്പോൾ അതിന് ശേഷമാണ് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ നമ്മൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി ഇതൊന്ന് വഴണ്ട് വരണം. നമ്മൾ തക്കാളി അതിലിങ്ങനെ അലിഞ്ഞ് ചേരണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മസാല വെച്ച് വരും, നമുക്ക് കാണാം. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇൻഷാല്ല ഞാൻ മറ്റ് റിയാസ്ക്കൊക്കെ ജോലിയുള്ള ഡേയ്സിലത്തെ ഡേ ഇൻ മൈ ലൈഫ് പോലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതായാലും എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വീഡിയോ നന്നായി ചെയ്യാനൊക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തക്കാളി ഇങ്ങനെ വേണ്ടി സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ അപ്പുറത്ത് റിയാസ്ക്ക് നമ്മൾ റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വെള്ളത്തിലേക്ക് നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം, കുരുമുളക്, അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഈ ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, പിന്നെ കുറച്ച് നമ്മൾ നെയ്യ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നെയ്യ് നമ്മൾ ഡാൽഡ യൂസ് ചെയ്തിട്ടില്ല. പകരം RKG നമ്മൾ ദമ്മിടുന്ന സമയത്ത് മാത്രം കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞങ്ങളിവിടെ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സൺഫ്ലവർ ഓയിലല്ലേ, വളരെ കുറച്ച് മാത്രം വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങൾ എന്നിട്ട് ലാസ്റ്റ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം തിളക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ മസാല അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളെ കേട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള കേട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ്ട മസാല, അടിപൊളി മസാല. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പോഴും എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അമ്പ ടേസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റുള്ള അടിപൊളി ബിരിയാണി ആയിരുന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ സൂപ്പറായിരുന്നു. കാരണം ഞാൻ സത്യത്തിൽ ഇങ്ങനെ പൊരിച്ചു വെക്കുന്നത് ആദ്യമായിട്ടാണ്, അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് ആൾക്കാർ അറിയണവരുണ്ടാവും കേട്ടോ, ചെയ്യണവരുണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ മറ്റേ സബോള വഴറ്റിയിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പക്ഷെ കഴിച്ച് നോക്കിയപ്പോഴല്ലോ ഗൈസ് അടിപൊളി സാധനമായിരുന്നു. അപ്പോൾ അതാ നമ്മളെ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നല്ല
ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി, അതായത് മസാല ഇവിടെ റെഡിയാക്കി സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മസാല ഇവിടെ. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മറ്റേ സബോള വഴറ്റി മാത്രമാണ് നിങ്ങൾ വെക്കാറുള്ളതെങ്കിൽ ഈ ഒരു റെസിപ്പി മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാൻ പറയുന്ന ഒരു ഐറ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് അവിടെ വെള്ളമൊക്കെ തിളക്കുന്നുണ്ട്. തിളക്കുന്ന സമയത്ത് നമ്മൾ റൈസൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്ത്, അരിയൊക്കെ നമ്മൾ മുന്നേ തന്നെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി ആ വെള്ളം ഊറ്റിയിട്ടാണ് കേട്ടോ അരി നീക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഈ വെള്ളം തിളച്ചതിന് ശേഷമാണ് ആ അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ വെള്ളം അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിത് റിയാസ്ക്ക് അരി ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നോക്കേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അരി വേവുന്ന കറക്റ്റായിട്ട് നമുക്ക് നല്ലൊരു കറക്റ്റ് വേവിൽ അരി കിട്ടണം, വെന്ത് കിട്ടണം. അപ്പോൾ നമുക്ക് എന്നാലാണ് ബിരിയാണിക്ക് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അരി വേവ് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ അരിയൊക്കെ ഇവിടെ വെന്ത് ചോറൊക്കെ സെറ്റായിട്ട് ചോറൊക്കെ ഊറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ദമ്മിടൽ പരിപാടിയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ അതിനായിട്ട് റിയാസ്ക്ക് നമ്മളെ മസാല, ചിക്കൻ്റെ മസാല ഫുള്ളായിട്ട് ആദ്യം തന്നെ ഇട്ടുണ്ട്. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, ഞാൻ റിയാസ്ക്ക ഉണ്ണി. അപ്പോൾ ഞങ്ങൾക്ക് മാത്രമായിട്ടുള്ള കുറച്ച് റൈസാണ് കേട്ടോ ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് തന്നെ മസാല ഒക്കെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റൈസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യണം. അതിനായിട്ട് ഉള്ളി പൊരിച്ചത് ഫസ്റ്റ് തന്നെ 6 kg നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 6 kg നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ഗരം മസാല, അതുപോലെ പെരിഞ്ജീരകപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കണ്ടൊരു ട്രിപ്പ്, നമ്മൾ റോസ് വാട്ടർ ഇല്ലേ, റോസ് വാട്ടർ മേലെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉള്ളി പൊരിച്ചതും മല്ലിയില ഇട്ടിട്ട് നമ്മൾ ദം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അലുമിനിയം ഫോയിൽ ഉണ്ടല്ലോ അത് വെച്ചിട്ട് മൂടുന്നുണ്ട്. അതിന് മുകളിലൊരു വെയിറ്റും കൂടെ വെച്ച് കൊടുത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് കുറച്ച് നേരം അതിലിരുന്ന് ദമ്മാവട്ടെ. ഇനി നമുക്ക് ദമ്മതിന് ശേഷം കാണാം ഗൈസ്. ദമ്മൊക്കെ നമ്മൾ ദമ്മ് പൊട്ടിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് നേരെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് വന്നു. അങ്ങനെ നമ്മൾ ബിരിയാണി ദമ്മ് പൊട്ടിച്ചിരിക്കുകയാണ്. കണ്ട എന്തോ അതിൻ്റെ ഒരു ഭംഗിയിലെ ആ ഉള്ളി പൊരിച്ചതും ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ദമ്മ് പൊട്ടിച്ച് കഴിഞ്ഞ സമയത്ത് കാണാൻ ഒരു രസമല്ലേ. ഇനിയിപ്പോൾ നമ്മളത് നേരെ മിക്സ് ചെയ്യാൻ കേട്ടോ. നമ്മളല്ല റിയാസ്ക്ക. അപ്പോൾ റിയാസ്ക്ക അത് നന്നായി ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് വന്നപ്പോഴാണ് കേസ് ഞാൻ ഞെട്ടിപ്പോയത്. കാരണം എനിക്ക് ഇത് ശരിയാവും, ഇത് എത്ര ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ നിന്നിരുന്നത്. സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വെക്കുന്ന റെസിപ്പി അല്ലാണ്ട് ഇങ്ങനെ കുറച്ച് മാറിക്കാണുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ അങ്ങനെ. പക്ഷേ ഇത് പൊട്ടിച്ചൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോഴുണ്ടല്ലോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ പറയാം. അങ്ങനെ ഒരു ഐറ്റം ആയിരുന്നു. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ ന്യൂനു ബേബിക്ക് ക്ഷമല്ലാണ്ട് ഇടയിൽ ഇങ്ങനെ വന്ന് തോണ്ടുന്നുണ്ട് കേട്ടോ. ആളെ കുഞ്ഞിക്കൈയാണ് കാണുന്നത്. അങ്ങനെ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് റിയാസ്ക്ക മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരുത്തർക്കായിട്ട് ആളെന്നെ സെർവ് ചെയ്ത് തരികയാണ് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗൈസ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഉറപ്പായി നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടാം. എനിക്കറിയാം ഈ വീഡിയോയിൽ ഒരുപാട് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഞാൻ ഓരോ പ്രാവശ്യം ആകുമ്പോഴും മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ വീഡിയോസ് ഇടാൻ ലാഗാവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ന്യൂനു ബേബി കൂടെ ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ എഡിറ്റിംഗ് ആണ് ലാഗാവുന്നത്. വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈമാണ് ലാഗാണ്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് തന്നെ നമ്മളെ ന്യൂനു ബേബിക്ക് ഇവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൾ ഹാപ്പി ആയിട്ടുണ്ട്. കച്ചമ്പറും അച്ചാറും ഒക്കെ ഇട്ട് ഹാപ്പിയാക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ട് ഞങ്ങൾക്കുള്ളത് റിയാസ്ക്ക വിളമ്പുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് 4 വീക്ക് ആവാനായിട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെക്കും, എഡിറ്റ് ചെയ്ത് ഇടാനും ഇങ്ങനെ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ ഇപ്പം ഞാൻ ഫസ്റ്റ് മുതലുള്ള വീഡിയോസ് ഇങ്ങനെ പതുക്കെ എഡിറ്റ് ചെയ്ത് ഇടുകയാണ് കേട്ടോ. ഇനി ഒരുപാട് വിശേഷങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അറിയില്ല ഞാൻ വീഡിയോസ് ഇട്ടാലും.
അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ എനിക്കും റിയാസ്കാക്കുള്ളതൊക്കെ ആൾ സെർവ് ചെയ്തിട്ടുണ്ട്. കച്ചമ്പറും അച്ചാറൊക്കെ സെറ്റാക്കി തരുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള അഭിപ്രായം മൂന്നാളതും കേൾക്കാം കേട്ടോ. അപ്പം ഞാൻ ഇനി വോയിസ് ഓവർ ആണെങ്കിൽ ഫുൾ എപ്പോഴും വീഡിയോയിൽ കൊടുക്കാറ്. നോൺ വോയിസ് വീഡിയോസ് എടുക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ. അതുകൊണ്ട് ഒന്നും കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ അങ്ങനെ വീഡിയോസ് എടുക്കാൻ നോക്കാം. അന്ന് ഞങ്ങൾ അങ്ങനെ നോൺ വോയിസ് എടുക്കാൻ നോക്കിയൊരു വീഡിയോ ആണത്. പക്ഷെ ഇത് അത്ര സെറ്റായില്ല. പിന്നെ സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതെൻ്റെ റിയാസ്കയുടെ അഭിപ്രായം കേട്ടോ കേട്ടോ. എങ്ങനെ എടുക്കാം ബിരിയാണി? ഓ നന്നായിട്ട് ഞാൻ സൂപ്പറാ. ബേബി എങ്ങനെയുണ്ട് ബിരിയാണി മാമു അപ്പം ഉണ്ടാക്കിയ? സൂപ്പറാ? ഇഷ്ടായാ? യമ്മി? വാ ഞമ്മി കഴിച്ചോക്കട്ടെ കേട്ടാ. ഗൈസ് അങ്ങനെ ഞാനിതാ ഇവിടെ കച്ചമ്പറും അച്ചാറൊക്കെ കൂട്ടി സെറ്റാക്കിയിട്ട് അതിൻ്റെതായ രീതിക്ക് ഇതാ ഞാനിങ്ങനെ കഴിക്കുന്നത് ഞാൻ കാണിക്കാണ് കേട്ടോ. അപ്പം ഞാനിതാ നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ ബിരിയാണി. അങ്ങനെ കുറച്ച് കച്ചമ്പറും അച്ചാറും പിന്നെ കുറച്ച് ചെറിയ പീസ് ചിക്കനൊക്കെ എടുത്ത് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് കഴിക്കണം. നല്ല സൂപ്പർ എന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പം അത്രയൊക്കെയുള്ള ഗൈസ്. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.